അതുപോലെ ദാറ്റ്, THAT, ദാറ്റ് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. ദാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു സാധനം അവിടെയാണ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ദാറ്റ് എന്ന് പറയുന്നത്. ഒരു സാധനം അല്ലെങ്കിൽ ഒരു നൗണോ എന്തെങ്കിലും ഒരു സാധനം അവിടെയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ദാറ്റ്. ടു ഐഡൻറ്റിഫൈ എൻ ഓബ്ജക്റ്റ്, ടു ലെറ്റ് us know that that object is there, അവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വി യൂസ് ദാറ്റ്. പക്ഷെ ദാറ്റ് ആസ് എ റിലേറ്റീവ് നൗൺ വന്നാൽ, ഒരു നൗണായിട്ട് വന്നാൽ, ഒരു റിലേറ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധുക്കാരനായിട്ട്, നൗണിൻ്റെ ബന്ധുവായിട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവും? റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ബന്ധുവാണ്. നൗൺ അപ്പോൾ ഒരു റിലേറ്റീവായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആലോചിച്ചിട്ടുണ്ടോ? ദാറ്റ് നമ്മൾ ഇൻഫോർമലായിട്ട് ഉപയോഗിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൗണിൻ്റെ ഒരു ബന്ധുവായിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഷീ പിക്ഡ് അപ്പ് ദ മൊബൈൽ ദാറ്റ് ഷീ ഫൊഗോട്ട്. ഷീ പിക്ഡ് അപ്പ് ദ മൊബൈൽ ദാറ്റ് ഷീ ഫൊഗോട്ട്. അവിടെ ദാറ്റ് എന്താ അർത്ഥം? എന്താ വരുന്നത്? അവൾ മൊബൈൽ എടുത്തു, മറന്നു പോയത്. ദാറ്റ് നമുക്ക് അവിടെ വിച്ചിന് പകരമാണ് നമ്മൾ ദാറ്റ് ഉപയോഗിക്കുന്നത്. ഷീ പിക്ഡ് അപ്പ് ദ മൊബൈൽ വിച്ച് ഷീ ഫൊഗോട്ട് ടു ടേക്ക്. അങ്ങനെ നീട്ടി ഇതാക്കുന്നതിന് പകരം ഷീ പിക്ഡ് അപ്പ് ദ മൊബൈൽ ദാറ്റ് ഷീ ഫൊഗോട്ട്, അല്ലെങ്കിൽ ദാറ്റ് ഷീ ലെഫ്റ്റ് ദെയർ. ഓക്കെ, അപ്പോൾ ദാറ്റിൻ്റെ വേറൊരു സാധനം കണ്ടോ? ഇനിയും ഉണ്ട് മക്കളെ ദാറ്റ്. നമുക്ക് നോക്കണ്ടേ? ഇപ്പം നമ്മൾ പറയണം, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അവർ വരും. മൈ ഹസ്ബൻഡ് സെഡ് ദാറ്റ് ദേ വിൽ കം ഫോർ ഡിന്നർ. മൈ ടീച്ചർ ടോൾഡ് മീ ദാറ്റ് ഐ ഷുഡ് ബ്രിങ് മൈ ഡ്രോയിങ് ബുക്ക് ടുമോറോ. മൈ ഡ്രൈവർ ടോൾഡ് മീ ദാറ്റ് ദ കാർ ഹാസ് ബ്രോക്കൺ ഡൗൺ. അവിടെ നമ്മൾ ഒരു റിപ്പോർട്ടഡ് സ്പീച്ച്, അതിനാണ് ദാറ്റ് പറഞ്ഞത്. എന്താണ് ദാറ്റ്? ഈ ആൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണ് എന്ന് പറയുന്നതാണ് ദാറ്റ്. അപ്പോൾ നമ്മൾ വെറും ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്ന് വരുന്നില്ലല്ലോ. ദാറ്റിൻ്റെ ഒരു ഉപയോഗം പഠിച്ചില്ലേ? ഓക്കെ, ഇഷ്ടമായോ? ഐ ഹോപ്പ് ഇറ്റ് ഹെൽപ്ഡ് യു ഔട്ട്. I am leave on today. I am leave on today. എനിക്കിടയ്ക്ക് മെസ്സേജസ് വരാറുണ്ട്. ഞാൻ സെലീന കമറു, ലേണിംഗ് മൈൻഡ് സ്കൂളിലെ പ്രിൻസിപ്പലും അവിടുത്തെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. ചെറിയൊരു സ്കൂളാണ്, ഒരു പ്രീ സ്കൂൾ പ്ലേ സ്കൂളാണ്. ചെറിയ കുട്ടികളെ, ഒരു 3 വയസ്സ് തൊട്ടിട്ട് 6 വയസ്സ് വരെ കുട്ടികളെ നമ്മളവരെ മിടുക്കന്മാരാക്കേണ്ട ഒരു സ്ഥലമാണ്. പഠന വൈകല്യയിലെ കുട്ടികളും ഹെൽത്ത് ഇഷ്യൂസിലെ കുട്ടികളൊക്കെ ഞങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് പേരൻസ് മെസ്സേജ് അയക്കുമ്പോൾ കാണാറുള്ളൊരു സംഗതിയാണ്, സോ ആൻഡ് സോ ഇസ് ലീവ് ഓൺ ടുഡേ, അല്ലെങ്കിൽ ഈസ് ഓൺ ലീവ് ടുഡേ. അപ്പോൾ എൻ്റെ സ്റ്റാഫുകൾ അവരൊക്കെ ഇങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് ഒക്കെ ഞങ്ങളന്ന് കൊടുത്ത് സെറ്റാക്കി, ഞങ്ങളിന്ന് അവർ ടീച്ചേഴ്സ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് അവരെ ആ ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിൽ തന്നെ ഞങ്ങളവരെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരെടുക്ക് ചോദിക്കും, മാം ഇത് ശരിയാണോ? സെലി മാം ഇത് കറക്റ്റാണോ? ഇതിലെന്തോ മിസ്റ്റേക്ക് ഇല്ലേ? അപ്പം ഞാൻ പൊതുവേ എൻ്റെ സ്റ്റാഫിനോട് അല്ലെങ്കിൽ എൻ്റെ കുട്ടികളോട് എല്ലാവരോടും പറയുന്നത്, അവരോട് ഒരിക്കലും നിങ്ങൾ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ റോങ് ആണ് ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കാറില്ല. ഞാൻ ജസ്റ്റ് അവർക്ക് ഇതിങ്ങനെയാണ് എന്നേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അപ്പോൾ അവർക്കും ഇഷ്ടമാണ്, ഞങ്ങൾക്കും ഇഷ്ടമാണ്, ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളും മക്കളുടെ സ്കൂളിൽ മെസ്സേജ് അയക്കാറില്ലേ? ഇന്ന് കുട്ടി വരുന്നില്ല, അല്ലെങ്കിൽ കുട്ടി കുറച്ച് ദിവസം വരില്ല, പനിയാണ്, വയ്യ. അങ്ങനെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ടൈപ്പ് ചെയ്യാറുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ എൻ്റെ മോളെ പേര് ഹയ എന്നാണ്. അപ്പം ഞാൻ ഹയയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഹയ ഈസ് ഓൺ ലീവ് ടുഡേ. ഹയ ഈസ് ലീവ് ഓൺ ടുഡേ.
Haya is absent today. Haya is not feeling well, so she is not coming to the class. ഇതിലേതാണ് കറക്റ്റ്? Haya is absent today. That is perfect. Haya will not be coming to school today because she is not feeling well. കുറച്ച് ലെങ്തിയാണ്, but it is correct. Haya leave on today. That is completely wrong. Haya is on leave today. That is correct. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് ശരിയല്ലല്ലോ. ഹയ ഇസ് ഓൺ ലീവ് ടുഡേ. ഓൺ ലീവ് ടുഡേ, വാട്ട് ഇസ് ദാറ്റ്? ആക്ച്വലി ഓൺ ലീവ് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന സംഗതിയാണ്. ഗ്രമാറ്റിക്കലി ഇറ്റ് ഈസ് കറക്റ്റ്. കാരണം നമ്മൾ ആ ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്മൾ ഇല്ല എന്നറിയിക്കുന്നതാണ് ഇസ് ഓൺ ലീവ് ടുഡേ. അത് കൂടുതൽ നമുക്ക് കറക്റ്റായി ഫീൽ ചെയ്യുക വെൻ ഇറ്റ് ഇസ് എൻ ഇൻവേർട്ടഡ് കോളംസ്. നമ്മളിങ്ങനെ 2 കോളം ഒരു വാചകത്തിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും എഴുതാറില്ലേ? അപ്പോൾ ഹയ ഇസ് ഓൺ ലീവ് ടുഡേ ഇസ് കറക്റ്റ്. നിങ്ങൾ കുട്ടികൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ അങ്ങനെ തന്നെ മെസ്സേജ് അയക്കണം. ടീച്ചേഴ്സിന് അയക്കണം മെസ്സേജ് കുട്ടികളുടെ ലീവിൻ്റെ കാര്യം പറയുമ്പോൾ. സോ ദിസ് ഇസ് എ ടിപ്പ്, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ട്രൈ ഇറ്റ് ഔട്ട്. ഡിയേഴ്സ്, ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഫോർ എവറി വൺ ഹൂ എവർ ലൈക്സ് ഇറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ലെവൽ കറക്റ്റ് ആക്കാൻ ഒരു അഡ്വർടൈസ്മെൻ്റ് അല്ല കേട്ടോ ഇത്, അല്ലെങ്കിൽ എനിക്ക് ലൈക്കും സബ്സ്ക്രിപ്ഷനും കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എൻകൗണ്ടർ ചെയ്യുന്നൊരു വിഷയമാണിത്. കാരണം ധാരാളം കുട്ടികൾക്ക്, ധാരാളം ടീച്ചേഴ്സിനും ആവട്ടെ, കാരണം ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ പോകുമ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ളൊരു സംഗതിയാണ്. പല ടീച്ചേഴ്സും പറയുന്നൊരു കാര്യമാണ്, ഇംഗ്ലീഷൊക്കെ അറിയാം, ഞാൻ എംഫിൽ എടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട് ഞാൻ ഇംഗ്ലീഷിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ ഗ്രാമർ സൂപ്പറാണ്, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക്. എനിക്ക് സംസാരിക്കാനറിയില്ല, എനിക്ക് തെറ്റോ എന്നുള്ളൊരു ഡൗട്ടാണ്. ആ തെറ്റോ എന്നുള്ള ഡൗട്ട് നമുക്ക് മാറ്റിയെടുക്കണ്ടേ? കുട്ടികളെല്ലാവരും, നിങ്ങൾ പഠിപ്പിക്കുന്ന ഓരോ കുട്ടികൾ, ഫോർ എക്സാമ്പിൾ എനിക്ക് പറയാം, എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂള്, അവിടെ ടീച്ചർ പുള്ളിഡ്. അപ്പോൾ അവനത് കറക്റ്റായിട്ട് ഫോണറ്റിക്സ് ഞാൻ ചെറുപ്പത്തിലേ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അവനക്ക്. അത് വെച്ചിട്ട് അവൻ പറയാറുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ പോയിട്ട് അവൻ ടീച്ചറിനോട് പുൾഡ്, പീപ്ഡ്, റബ്ഡ് എന്നൊക്കെ പറയുമ്പോൾ ടീച്ചർ പുള്ളിഡ്, റബ്ബഡ്, അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് പറയാറുള്ളത്. അപ്പോൾ അത് കറക്റ്റല്ല എന്ന് കുട്ടികൾക്ക് ടീച്ചറിനോട് പറയാൻ പറ്റില്ല. എനിക്കറിയാം അത് കറക്റ്റല്ല, കാരണം അവൻ വീട്ടിൽ വന്നിട്ട് പറയും ഉമ്മച്ചി ഇങ്ങനെ പറഞ്ഞുതരും, ടീച്ചർ അങ്ങനെ പറഞ്ഞു. ഏതാണ് ഇപ്പോൾ കറക്റ്റ്? അപ്പോൾ എനിക്ക് അവനോട് പറയാൻ പാടില്ല അവർ ടീച്ചർ റോങ് ആണെന്ന്. പകരം അവൻ്റെ ടീച്ചറിനെ എനിക്ക് വിളിക്കി പറയാനും പറ്റില്ല, ടീച്ചർ ഇങ്ങനെയല്ലല്ലോ ഇങ്ങനെയാണെന്ന്. കാരണം ടീച്ചർ പഠിച്ചത് അങ്ങനെയാണ്, ടീച്ചറിന് മാർക്ക് കിട്ടിയത് അങ്ങനെ എഴുതിയിട്ടാണ്, പറഞ്ഞതെന്നല്ല. ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ വ്യത്യാസമായിട്ട് ഓറൽ എന്ന് പറഞ്ഞൊരു സംഗതി നിർബന്ധമാണ്. ഓറൽ മാർക്സ് മോർ ദാൻ റിട്ടൺ. കാരണം കുട്ടികൾ എഴുതാനും വായിക്കാനും ഒക്കെ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ അവർക്കറിയില്ല. At Learning Minds, we focus on oral communication, spoken communication in English. മലയാളം പഠിപ്പിക്കുമ്പോൾ in മലയാളം, English പഠിപ്പിക്കുമ്പോൾ in English, and I'm proud to say that we have started Hindi. That will be in Hindi. ഓരോ ഭാഷയിൽ ആ ഭാഷ പഠിപ്പിക്കുമ്പോഴാണ് ഭാഷയുടെ പൂർണ്ണ എന്താ പറയുക, അതിൻ്റെ സൗന്ദര്യം പുറത്തേക്ക് ഇറങ്ങുന്നത്. ഭാഷയ്ക്കൊരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം നമ്മൾ അതുപോലെ എൻജോയ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ദാറ്റ് ലാംഗ്വേജ്. അത് കാരണമാണ് ധാരാളം ആൾക്കാർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ബട്ട് വാട്ട് ഈസ് എ പ്രോബ്ലം? അവർക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് അവർക്ക് ഫീൽ ആവണം. എൻ്റെ കുട്ടികളിൽ, ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറാണ്, എൻ്റെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത്, ഞാൻ അവരെ കൊണ്ട് തന്ന വേർഡ്സ്, വൊക്കാബുലറി കറക്റ്റായിട്ട് അവർക്ക് അറിയുന്ന വൊക്കാബുലറീസ് കൊണ്ടുവന്ന്
അവരോട് ഞാൻ ചോദിക്കും, ഇനി നിങ്ങൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ ഫ്രെയിം ചെയ്യാറുണ്ട്. ആൻഡ് ദേ ഡു ഇറ്റ്. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ലെവൽ വരും. എനിക്കിതറിയാലോ, എനിക്ക് സംസാരിക്കാൻ അറിയാലോ. ശരി, ഒന്നോ രണ്ടോ വാക്ക് മാത്രമല്ല എനിക്കറിയാത്തത്. സോ ഐ നോ മോർ. തിങ്ക് ലൈക്ക് ദാറ്റ്. ഡിയേഴ്സ്, ഇതൊരു പരസ്യമല്ല, എനിക്ക് സബ്സ്ക്രിപ്ഷനോ ലൈക്കിനോ വേണ്ടിയല്ല. ഐ ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് മൈ ഡ്യൂട്ടി ടു ഇമ്പാർട്ട് മൈ നോളേജ്. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ എൻ്റെ മക്കളെ അറിയിക്കുന്ന പോലെ വേറെ എല്ലാ മക്കളെയും അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും അറിയിക്കൽ ഒരു നിർബന്ധമായൊരു സംഗതിയാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയാവുമ്പോൾ ഇറ്റ് ഈസ് ഗുഡ്. സോ യൂസ് ദിസ്. താങ്ക് യു. അതുപോലെ ദാറ്റ്, THAT, ദാറ്റ് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. ദാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു സാധനം അവിടെയാണ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ദാറ്റ് എന്ന് പറയുന്നത്. ഒരു സാധനം അല്ലെങ്കിൽ ഒരു നൗണോ എന്തെങ്കിലും ഒരു സാധനം അവിടെയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ദാറ്റ്. ടു ഐഡൻറ്റിഫൈ എൻ ഓബ്ജക്റ്റ്, ടു ലെറ്റ് us know that that object is there, അവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വി യൂസ് ദാറ്റ്. പക്ഷെ ദാറ്റ് ആസ് എ റിലേറ്റീവ് നൗൺ വന്നാൽ, ഒരു നൗണായിട്ട് വന്നാൽ, ഒരു റിലേറ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധുക്കാരനായിട്ട്, നൗണിൻ്റെ ബന്ധുവായിട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവും? റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ബന്ധുവാണ്. നൗൺ അപ്പോൾ ഒരു റിലേറ്റീവായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആലോചിച്ചിട്ടുണ്ടോ?